ഹലോ മൈച്ചാങ്സ്. അപ്പൊ തന്നെ രാത്രി കൊച്ചാപ്പ അവിടേക്ക് ചിക്കൻ ഗ്രില്ലിടാൻ പോവാണ്ട. അവിടെ എത്തിയപ്പോഴത്തേന് കൊച്ചാപ്പ ഗ്രില്ല് സ്റ്റാൻഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായി. നമ്മ അവിടെ ചെന്നപ്പോ തന്നെ കാണലൊക്കെ റെഡി ആക്കിയിട്ടാ. ഇതിന്റെ ഇടയിൽ കൂടെ വന്നവന്മാരെ കാണില്ല. അപ്പൊ നോക്കും അടുക്കളയിൽ പോയിരുന്ന് കട്ടിനാണ് ഒരുത്തൻ. ഇവന്റെ തീറ്റയുടെ ഭംഗി നോക്കിന്ന് കഴിഞ്ഞാലേ ചിക്കനോടാനുള്ള കണൽ സെറ്റ് ആവില്ല. അങ്ങനെ നമ്മ സെറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ചെക്കൻ എത്തിയിട്ട് ഇവൻ എന്താണ് വന്ന് ഇങ്ങോട്ട് തവാഫ് ചെയ്യണം ഗ്രില്ല് സ്റ്റാൻഡിന്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് എടുത്ത് ഇങ്ങോട്ട് അടുത്തത് ടേസ്റ്റ് നോക്കലാണ്. എങ്ങനെ അടിപൊളിയാവാണ്ടിരിക്കും. കൊച്ചാപ്പിട്ട മസാല അല്ലേ. ഇവനാണെങ്കിൽ പണ്ടേ കുറച്ച് തിരക്കാണ്ട അതിന്റെ ഇടയിൽ കയ്യും പുള്ളി അവന്റെ. അത് കഴിഞ്ഞ് ഇതേനെ ബാക്കി അടുത്ത സ്റ്റെപ്പ് ഇതിൽ ഫിഷ് ഉണ്ട് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് ഇട്ടപ്പോഴത്തേന് ആൾക്കാർ കൂടി. ഇവിടെ ഒരുത്തന്നെ ആട്ടിപ്പാട്ടി ഉറക്കാണ്. അപ്പോൾ ചിക്കൻ റെഡി ആവുന്നതിന് കുഞ്ഞുമ്മ വിരിച്ച് സെറ്റാക്കി. അപ്പൊ അവിടെ ഒരു കെട്ടിയവനക്ക് ഫോട്ടോ അയക്കണ തിരക്കില്ല. അടുത്ത ആളാണെങ്കിൽ നാട്ടിലുള്ള കെട്ടികൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ് ചെയ്യണ്ടാവും പാവും. അതിന്റെ ഇടയിൽ കൊച്ചാപ്പ നമ്മളെ ഫിഷ് അൺബോക്സ് ചെയ്തിട്ടാ. വാവ് സൂപ്പർ ആണ്ടാ, അടിപൊളി ടേസ്റ്റ് ആണ്. ഇവനാണെങ്കിൽ എന്താണ് അവൻ കൊന്തോരം തിന്നിട്ടും വിശപ്പടങ്ങണില്ല എന്നാണ് പറയുന്നത്. പാവും കിടന്ന് ഇരുന്നൊക്കെയാണ് തിന്നാണ്. അതോടുകൂടി നമ്മ ഇന്നത്തെ കുമ്മട്ടിങ്ങ നിന്ന് ഇവിടെ നിന്ന് വിട്ടിട്ടാ. അതും കഴിഞ്ഞ് അമ്മ വാഞ്ഞത് കസിന്റെ എൻഗേജ്മെന്റിനുള്ള ഡ്രസ്സ് എടുക്കാനാണ്ട്. ഇവൻ ഏതെങ്ങാണ്ട് കട പറഞ്ഞ തുണിയാവും മൊത്തം കറങ്ങിയിട്ടുണ്ട് ആവശ്യത്തിന്. നമ്മുടെ കാക്ക കന്തൂറിട്ട് ഇറങ്ങി. അപ്പൊ ഞാനും കുറവ് വരുത്തണ്ടെന്ന് വെച്ച് ഞാനും കന്തൂറിട്ട്. അടിയിൽ ട്രൗസർ ഉണ്ട് ഇട്ടാ, തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ നോക്കുമ്പോ ഞാൻ അടുത്തൊരുത്തേൻ കുടവയറായിട്ട് നിൽക്കണ്. ഗർഭിണി അല്ലേട്ടാ. ഇന്ന് ചിക്കന്റെ പവറാണ് കാണുന്നത്. അതില് വേറെ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞപ്പോ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങൾ എൻഗേജ്മെന്റിന്റെ ഡ്രസ്സ്. അപ്പൊ ഓക്കെ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.